ഹായ് എവരി വൺ. അപ്പോൾ ഇന്നലെ LBSൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നതിനെ ബേസ് ചെയ്ത് ഒരുപാട് കമൻസ് വന്നതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. അതായത് കറക്ഷൻ ടൈം. നിങ്ങളിപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി ജൂലൈ 28, 2026 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അതുവരെ ഇപ്പോൾ ആരും ഒന്നും ചെയ്യണ്ട. അതായത് ഓൾറെഡി അക്സെപ്റ്റഡ് ഡേറ്റ ഡണ്ണ് കാണിച്ചവർ ഓക്കെ, നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ വന്നിട്ടുണ്ടാവില്ല, അത് മതി, ഒന്നും ചെയ്യേണ്ട. ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യാം. ഇനി അക്സെപ്റ്റഡ് ഡേറ്റ ഒന്നും കാണിച്ചിട്ടില്ല, കൺഫേം എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് ആ കൺഫേം എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യാം. ഇനി തെറ്റുള്ള കുട്ടികൾ ഒന്നും ഇപ്പോൾ ചെയ്യണ്ട. ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്ത് നിങ്ങളത് റിജക്റ്റ് ആണോ അക്സെപ്റ്റ് ആണോ എന്നത് ഉറപ്പുവരുത്താം. കുറച്ച് പേർക്ക് റിജക്റ്റ് എന്ന് വന്നിട്ടുണ്ടാവും, അവരും ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രോസസ്സിങ് നടക്കുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തെറ്റാണെന്നുള്ളതല്ല, LBS അത് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി നേരത്തെ രജിസ്റ്റർ ചെയ്തതാണ്, പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളത്. അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജൂലൈ 28 വരുമ്പം അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ നോക്കിയിട്ട് 28-ന് ശേഷമായിരിക്കും കറക്ഷൻ ടൈം വരുന്നത്. അപ്പോൾ തെറ്റുള്ള ഡോക്യുമെൻറ്റ്സ് ശരിയാക്കിയിട്ട് റീ അപ്ലോഡ് ചെയ്യാം. ഇതുവരെയും നമ്മൾ അപ്ലോഡ് ചെയ്ത കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിലുള്ള തെറ്റുകൾ മാത്രമേ തിരുത്താൻ പറ്റൂ, പുതിയ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇനി മാർക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഈ തെറ്റുകളെല്ലാം റിമാർക്സിൽ വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒത്തിരി പേര് കമൻറ്റ്സ് ചോദിച്ചുകൊണ്ടാണ് ചെറിയൊരു ഷോർട്ടായിട്ടിട്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ.